നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. 4ാമത് ജില്ലാ റവന്യൂ അസംബ്ലി ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ ജില്ലകളുടെ യോഗം ചേർന്നു. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക മിഷൻ സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. നദീതീര സംരക്ഷണ നിയമപ്രകാരം ജില്ലാ വിദഗ്ധ സമിതികൾ രൂപീകരിക്കാൻ ഉത്തരവ്. റവന്യൂ വകുപ്പിന്റെ വിഷൻ ആൻഡ് മിഷൻ 2021-26 ഭാഗമായി 4ാമത് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ റവന്യൂ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മിച്ചഭൂമി പട്ടയ പ്രശ്നത്തിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കണ്ണൂർ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ മന്ത്രി കെ രാജൻ അറിയിച്ചു. പലയിടത്തും മിച്ചഭൂമിയിൽ കയ്യേറ്റവും നടക്കുന്നുണ്ടെന്ന് അംഗങ്ങൾ അസംബ്ലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, MLA-മാരായ TI മധുസൂദനൻ, KP മോഹനൻ, സജീവ് ജോസഫ്, KV സുമേഷ്, സണ്ണി ജോസഫ്, M വിജിൻ തുടങ്ങിയവർ മണ്ഡലങ്ങളിലെ ആവശ്യങ്ങളും ജില്ലയിലെ വിഷയങ്ങളും അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആലപ്പുഴ ജില്ലയിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ പ്രത്യേക മാസ്റ്റർ പ്ലാനോടെ തയ്യാറാക്കി പൂർത്തീകരിക്കുമെന്ന് റവന്യൂ അസംബ്ലിയിൽ നിർദ്ദേശം നൽകി. തീരദേശ പുറമ്പോക്ക് പട്ടയ വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പട്ടയ ഡാഷ്ബോർഡിന്റെ സ്ഥിതിവിവരം പരിശോധിച്ച് MLA-മാരെ അറിയിക്കാനും കൂട്ടിച്ചേർക്കലുകളും മറ്റും ജൂലൈ 31-നകം നടത്തണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ വയൽ നികത്തൽ കുറ്റകൃത്യങ്ങൾ തടയാൻ അടിയന്തരമായ പരിശോധന നടത്തും. മന്ത്രി P പ്രസാദ്, MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, തോമസ് C തോമസ്, U പ്രതിഭ, MS അരുൺകുമാർ, ദലീമ ജോജോ എന്നിവർ മണ്ഡലങ്ങളിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. വൈക്കം മണ്ഡലത്തിലെ ചെമ്മനത്തുകര IHDP നഗർ നിവാസികളുടെ പട്ടയ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാനും ഓണത്തിനു മുമ്പ് പട്ടയം അർഹർക്ക് വിതരണം ചെയ്യാനും കോട്ടയം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ നിർദ്ദേശം നൽകി. മന്ത്രി VN വാസവൻ തയ്യാറാക്കി നൽകിയ നിർദ്ദേശങ്ങളും അസംബ്ലിയുടെ പരിഗണനയ്ക്കെത്തി. ഏറ്റുമാനൂർ മുതൽ എറണാകുളത്തേക്കുള്ള പാതയ്ക്കായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് സർവേ നമ്പറുകളിലെ അപാകത കാരണം സർവേ നടപടികൾ വൈകുന്ന പ്രശ്നം പരിഹരിക്കാൻ MLA-മാരെ പങ്കെടുപ്പിച്ച് പൊതുമരാമത്ത്, കൃഷി വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. MLA-മാരായ CK ആശ, ഡോക്ടർ N ജയരാജ്, മോൻസ് ജോസഫ്, മാണി C കാപ്പൻ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ജോബ് മൈക്കിൾ, ചാണ്ടി ഉമ്മൻ എന്നിവർ പങ്കെടുത്തു. MLA-മാർ ചൂണ്ടിക്കാട്ടിയ അടിയന്തര സ്വഭാവമുള്ള ആവശ്യങ്ങൾക്ക് മന്ത്രി പരിഹാരം നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്ന നിർവചനത്തിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നാൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ താഴെയല്ലാത്ത സർക്കാർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന ഭേദഗതി നിലവിൽ വന്ന സാഹചര്യത്തിൽ ജൂലൈ 1 മുതൽ 27 RDO സബ് കളക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന തരംമാറ്റ അപേക്ഷകൾ ഇനി മുതൽ 71 അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യും. ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാൻ 68 ജൂനിയർ സൂപ്രണ്ട് തസ്തികയും 181 ക്ലർക്ക് തസ്തികയും മുമ്പ് തന്നെ സൃഷ്ടിച്ചിരുന്നു. കൂടാതെ 123 സർവേയർമാരെ താൽക്കാലികമായി നിയമിക്കാനും ഉത്തരവ് പുറപ്പെടുവിച്ചു. ജൂലൈ 1 മുതൽ പുതിയ രീതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങളും ജീവനക്കാരുടെ നിയമനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക മിഷൻ പ്രവർത്തനം തുടങ്ങിയതായി റവന്യൂ ഭവന നിർമ്മാണം വകുപ്പ് മന്ത്രി കെ രാജൻ. റവന്യൂ കമ്മീഷണറേറ്റിലെ ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. നിയമസഭയിൽ A രാജയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ദേവികുളം താലൂക്കിലെ KDH വില്ലേജിലെ കുറ്റ്യാർ വാലിയിൽ 770 പേർക്ക് 10 സെന്റ് വീതവും 2300 പേർക്ക് 5 സെന്റ് വീതവും ഭൂമി അനുവദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അനുവദിച്ച് 770 പേർക്കുള്ള പട്ടയ നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി. പതിവ് ഉത്തരവ് ലഭിച്ചിട്ടും യഥാസമയം തറവില ഒടുക്കാൻ കഴിയാതെ വന്നവർ, ഇനിയും പതിവ് ഉത്തരവ് ലഭിക്കേണ്ടവർ, ഭൂമി കൈവശം വിട്ടുകിട്ടാത്തവർ, വാസയോഗ്യമല്ലാത്ത പ്ലോട്ട് മാറ്റി നൽകേണ്ടവർ എന്നിങ്ങനെ 2ാം ഘട്ടത്തിലെ പകുതിയോളം കേസുകളിലാണ് പതിവ് നടപടികൾ പൂർത്തിയാകാൻ ശേഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടയ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നു. സംസ്ഥാനത്തെ മഴക്കെടുതികൾ വിലയിരുത്തുന്നതിനായി റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കേന്ദ്രത്തിലാണ് യോഗം ചേർന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വീതം ജില്ലകൾക്ക് കൈമാറിയിട്ടുണ്ട്.
ആവശ്യം വരുന്ന മുറയ്ക്ക് വില്ലേജുകൾക്ക് നടപടിക്രമം പാലിച്ച് ഫണ്ട് കൈമാറാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് തല ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ കളക്ടർമാർ മുൻകൈ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ടെൻഡർ നടപടി കാത്തു നിൽക്കേണ്ടതില്ല. നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴയുള്ള സാഹചര്യത്തിൽ ജലാശയങ്ങളിലെ വിനോദങ്ങളും വനമേഖലകളിലെ ട്രെക്കിങ്ങും രാത്രിയാത്രകളും ഒഴിവാക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലുള്ളവരും ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവണം. സംസ്ഥാന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും താലൂക്ക് തല കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 സംഘങ്ങളെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ ഗവേഷണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ 2024-26 അധ്യയന വർഷത്തേക്കുള്ള MBA ദുരന്ത നിവാരണം കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 8 വരെ ILDM.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ സമർപ്പിക്കാം. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടുകൂടി നടത്തിവരുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AICTE അംഗീകൃത MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സാണ് ILDM-ലേത്. അപേക്ഷകർക്ക് 50% മാർക്കിൽ കുറയാത്ത ബിരുദവും KMAT, CMAT, CAT എൻട്രൻസ് പരീക്ഷയിൽ സാധുവായ മാർക്കും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547610005 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇമെയിൽ ILDM.revenue@gmail.com. 2001 നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും നിയമം വകുപ്പ് 3 പ്രകാരമുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ജില്ലാ വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കി. അതാത് ജില്ലാ കളക്ടർമാർ സമിതിയുടെ ചെയർമാനും RTO കൺവീനറുമാകും. തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, മൈനിങ് ആൻഡ് ജിയോളജി, ഹൈഡ്രോളജി, വനം, പോലീസ് വകുപ്പുകളിലെ ജില്ലാ ഉദ്യോഗസ്ഥർ, മണൽവാരൽ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ എന്നിവരാണ് ജില്ലാ വിദഗ്ധ സമിതിയിൽ അംഗങ്ങൾ. റിവർ മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ശുപാർശകൾ പരിശോധിക്കുക, നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മണൽവാരൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയവയാണ് ജില്ലാ വിദഗ്ധ സമിതിയുടെ ചുമതലകൾ. കൊല്ലം ജില്ലാ രൂപീകരണത്തിന്റെ 75-ാം വാർഷികം ആഘോഷ പരിപാടികൾക്ക് ജൂലൈ 1 തുടക്കം. കൊല്ലം ജില്ല രൂപീകൃതമായി 75 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ജൂലൈ 1 C. കേശവൻ സ്മാരക ടൗൺ ഹാളിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നാടിൻ്റെ സവിശേഷതകൾ ജനസമക്ഷം അവതരിപ്പിക്കുന്ന വിധം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കല, സാംസ്കാരിക, സാഹിത്യ, പൈതൃക മേഖലകളുടെ പ്രത്യേകതകളാണ് ആഘോഷത്തിൻ്റെ മുഖമുദ്രയാകുക. അറിയിപ്പ്: 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ഗൃഹശ്രീ പദ്ധതി, ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം, സർദാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന വായ്പാ പദ്ധതി എന്നിവയ്ക്കായി ജൂലൈ 31 വരെ അപേക്ഷിക്കാം. വിശദാംശങ്ങൾ www.kshp.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പ്: വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തിയും തെക്കൻ ഗുജറാത്തിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.